നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഉപയോഗിച്ച പാചക എണ്ണ ഇനി ബയോഡീസൽ. ദുബായിൽ വീടുകളിലും റെസ്റ്റോറന്റുകളിലും ഉപയോഗിക്കുന്ന പാചക എണ്ണ ബയോഡീസൽ ആക്കി മാറ്റുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമായി. ഇത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും ശുദ്ധമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും. കുവൈത്തിൽ 7 മാസത്തിനിടെ 19,000-ലധികം പ്രവാസികളെ നാടുകടത്തി. അനധികൃത താമസക്കാരെയും തൊഴിൽ നിയമ ലംഘകരെയും ലക്ഷ്യമിട്ടുള്ള കർശന നടപടികളുടെ ഭാഗമായി 2025 ജനുവരി മുതൽ ജൂലൈ അവസാനം വരെ 19,000-ലധികം വിദേശികളെ കുവൈത്തിൽ നിന്ന് നാടുകടത്തി. ഖത്തറിൽ കനത്ത ചൂടിന് സാധ്യത. ജൂലൈ 28 തിങ്കളാഴ്ച രാത്രി ദിറാഹ് നക്ഷത്രം ഉദിച്ചതോടെ ഖത്തറിൽ അടുത്ത 13 ദിവസത്തേക്ക് ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. യുഎഇയിൽ മലയാളി യുവാവ് കാർ അപകടത്തിൽ മരിച്ചു. അബുദാബിയിലുണ്ടായ കാർ അപകടത്തിൽ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി നെവിൽ കുര്യൻ ഡയസ് മരിച്ചു. 33 വയസ്സായിരുന്നു. കുവൈത്തിൽ 153 നിയമലംഘകർ അറസ്റ്റിൽ. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 153 പേരെ കുവൈത്തിൽ സുരക്ഷാ വിഭാഗം പിടികൂടി. രാജ്യത്ത് ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. സിറിയൻ സയാമീസ് ഇരട്ടകളെ വേർപെടുത്തി. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ സിറിയൻ സയാമീസ് ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് യമൻ പണ്ഡിതർ അറിയിച്ചതായി കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. ദയാധനത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല. കുവൈത്തിൽ അമിതവേഗക്കാർക്കെതിരെ കർശന നടപടി. അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ മൊബൈൽ റഡാർ ഉപയോഗിച്ച് കുവൈത്തിൽ വ്യാപകമായ ഗതാഗത പരിശോധന ആരംഭിച്ചു. 118 നിയമലംഘനങ്ങൾ ഇതിനോടകം കണ്ടെത്തി. ദുബായ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകൾ നവീകരിക്കുന്നു. ദുബായിലെ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നവീകരിക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ജലഗതാഗത യാത്രികർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. ഷാർജയിൽ സർക്കാർ ജീവനക്കാരുടെ പരിശീലന കാലാവധി വർദ്ധിപ്പിച്ചു. ഷാർജയിൽ സർക്കാർ ജീവനക്കാരുടെ പ്രൊബേഷൻ കാലാവധി 6 മാസത്തിൽ നിന്ന് 9 മാസമായി ദീർഘിപ്പിച്ചതായി മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മാറ്റം എമിറാത്തി ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ കൂടുതൽ സമയം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഷെയ്ഖ് ഹംദാൻ ഇനി ലഫ്റ്റനന്റ് ജനറൽ. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ലഫ്റ്റനന്റ് ജനറലായി നിയമിച്ചു. ദുബായ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കിരീടാവകാശിയുമാണ് അദ്ദേഹം. യുഎഇ പ്രസിഡന്റും സായുധ സേനയുടെ പരമോന്നത കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് ഈ സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയത്. ദുബായിൽ ഫാൻസി നമ്പറുകൾക്ക് ഓൺലൈൻ ലേലം. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായിൽ ഫാൻസി നമ്പറുകളുടെ 80ാമത് ഓൺലൈൻ ലേലം പ്രഖ്യാപിച്ചു. സ്വകാര്യ വാഹനങ്ങൾക്കും ക്ലാസിക് വാഹനങ്ങൾക്കുമായി 2 മുതൽ 5 വരെ അക്കങ്ങളുള്ള 350 പ്രത്യേക നമ്പറുകളാണ് ലേലത്തിൽ ലഭ്യമാവുക. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.